ഹാൻഡ്സ് ഹെൽത്തി വിസ്കിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ സന്ധ്യ. ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോംബെ സ്ട്രീറ്റ്സിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഫേമസ് റെസിപ്പിയാണ്. അണ്ടാ ഘോട്ടാല എന്നാണ് പേര്. അണ്ടാ ഘോട്ടാല എന്ന പേര് പോലെ തന്നെ അതൊരു എല്ലാം കൂടെ ഒരു മിക്സാണ്. നമ്മുടെ മുട്ടയൊക്കെ ഇട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. മാത്രമല്ല ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇതുപോലെ തന്നെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമേ നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും കമൻസ് പോസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് റെസിപ്പിയിലേക്കൊന്ന് പോവാം. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്കൊന്ന് പോവാം. അണ്ടാ ഘോട്ടാല ഉണ്ടാക്കാൻ ഞാൻ 3 പുഴുങ്ങിയ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സവാള ഒരു 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് സ്ക്വയറായിട്ട്. തക്കാളി 2 എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട്. മല്ലിയില, ഉപ്പ്, കാശ്മീരി മുളകാണ് എടുത്തത്, പാവ് ഭാജി മസാല. ഇത്രയും ഞാൻ എടുത്ത് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു പാൻ എടുത്ത് വെച്ച് നമുക്ക് മസാലയാണ് ഉണ്ടാക്കേണ്ടത്. പാൻ എടുത്ത് വെച്ച് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തു. ഒരു നല്ല ചെറിയ കഷ്ണം ബട്ടർ എടുത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സൺഫ്ലവർ ഓയിൽ മതി. ആ ഓയിലും ബട്ടറും കൂടി മെൽറ്റായി കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് സവാള ഇട്ട് കൊടുക്കുക. സവാള ഞാൻ 2 സവാള അരിഞ്ഞു വെച്ചതായിരുന്നു. ഈ സവാള ഈ എണ്ണയ്ക്കകത്ത് ഈ ബട്ടറും എണ്ണയുടെയും ആ ഒരു ഇതിനകത്ത് കിടന്ന് വേണം ഒന്ന് വെന്ത് വരാൻ. അപ്പോൾ അത് നല്ലോണം അതൊന്ന് കരിഞ്ഞൊന്ന് പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലൈറ്റായിട്ടൊന്ന് വെന്ത് ഒന്ന് ഇതായി വരികയോ ചെയ്യുക. ഒരു പിങ്കിഷ് കളർ ഈ ഒരു ഇത്രയായി വരുമ്പോഴത്തേനും നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക് അതും കൂടെ ഞാൻ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്യാൻ അതിനകത്തോട്ട് സോട്ട് ചെയ്ത് നല്ലോണം ഒന്ന് വെന്ത് ഒന്ന് വരുമ്പോഴത്തേന് നമുക്കിതിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അതിന് മുന്നേയായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ മസാല ഒന്ന് മൂത്ത് പോകല്, ജസ്റ്റ് ഒന്ന് വേവ് ചെയ്യാവും. ഒന്ന് വെന്തെല്ലാം വന്നപ്പോഴത്തേന് ക്രഷർ ഇട്ടൊന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് അതിനെ നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കണം. മസാല നല്ലത് പേസ്റ്റ് പരുവാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പരുവായപ്പോഴത്തേനും നിർത്തി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനിയാണ് നമുക്ക് മസാലകൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ മസാല ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പാവ് ഭാജി മസാലയാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. പാവ് ഭാജി മസാല ഞാനൊരു 1.5 ടീസ്പൂൺ പാവ് ഭാജി മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. കൂട്ടത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ടീസ്പൂൺ ഉപ്പ് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മല്ലിയിലയും കൂടെ ഞാൻ ഈ ഒരു പോയിന്റിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാല ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി ഇനി നല്ലോണം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമ്മൾ മസാല എല്ലാം ചേർത്ത് കഴിഞ്ഞാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് മസാലയുടെ സ്മെല്ലും ആ ഒരു ടേസ്റ്റും മാറാൻ വേണ്ടി നമ്മളൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുന്നത്. എന്നിട്ടിപ്പം ഞാൻ കുറച്ച് വെള്ളം മസാല ഒന്ന് ഗ്രേവി പരുവമാക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ. വെള്ളം കുറച്ചും കൂടി വേണ്ടവർക്കാണെങ്കിൽ ഇച്ചിരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മാഷറിട്ട് ഒന്നുകൂടി ഒന്ന് മാഷ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഒന്നുകൂടി നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് മസാല. അപ്പോൾ മസാലയൊക്കെ നല്ലോണം നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഒരു മണം പാവ് ഭാജി മസാല എല്ലാം ഇട്ടതായതുകൊണ്ട് ആ മസാലയ്ക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറും ഒക്കെയാണ് വരുന്നത്. നമ്മുടെ പാവ് ഭാജി കഴിക്കുന്നതിൻ്റെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഈ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേനും. അപ്പം ഞാൻ ഇച്ചിരി കൂടി വെള്ളം മസാലയുടെ ആ വെള്ളം അങ്ങ് പറ്റിയപ്പോഴത്തേന് ഞാൻ ഇച്ചിരി കൂടി ഒന്ന് വെള്ളം ഒരു ഗ്രേവിക്ക് വേണ്ടി ഇച്ചിരി കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബോയിൽഡ് എഗ് അല്ലെങ്കിൽ നമ്മുടെ പുഴുങ്ങി വെച്ച മുട്ട നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ലോണം ഒന്ന് സ്ലൈസ് ചെയ്ത് ഞാൻ എടുക്കുവാണ് ഇപ്പോൾ മുട്ട. അപ്പോൾ അതിനകത്തോട്ട് അങ്ങനെ സ്ലൈസ് ചെയ്താണ് ഞാനിപ്പോൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം 2 മുട്ടയെ ഇപ്പം ഞാൻ സ്ലൈസ് ചെയ്യുന്നുള്ളൂ. 3 മുട്ട എടുക്കുന്നില്ല, 2 മുട്ട മാത്രമേ സ്ലൈസ് ചെയ്ത് എടുക്കുന്നുള്ളൂ.
മുട്ട 2 സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമ്മുടെ മസാലകളായിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇളക്കിയെടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ തന്നെ ആ ഒരു മസാലയ്ക്ക് വരുന്നത്. അപ്പോൾ മസാല നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മസാല ഒന്നുകൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് മസാലയിൽ എത്ര വെള്ളം വേണോ അല്ലെങ്കിൽ എത്ര ഗ്രേവി പരുവം വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് നമുക്കതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വെള്ളം ആഡ് ചെയ്ത് ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്, ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പം ഗ്രേവി എല്ലാം പരുവമായിട്ടുണ്ട്. എപ്പോഴും ഓർക്കുക 2 സവാളയ്ക്ക് 2 തക്കാളി, അതാണ് ഇതിൻ്റെ ഒരു റേഷ്യോ. അപ്പം ഞാൻ മല്ലിയിലയും കൂടെ ഈ പോയിന്റിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ഗ്രേവിയൊക്കെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ടച്ചായിട്ടുള്ള ഞാൻ ചെറിയൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഒരു 2 മുട്ട എടുത്ത് ബുൾസൈ ഉണ്ടാക്കാൻ പോവാണ്. ബുൾസൈ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 2 മുട്ടയുടെ 2 ബുൾസൈയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 മുട്ട എടുത്ത് പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം ആ മുട്ടയിൽ അതൊന്ന് പൊട്ടിച്ചിട്ട് ശേഷം അതിനകത്തോട്ട് ഇച്ചിരി മസാലകൾ നമ്മളെടുത്ത് വെച്ചിരുന്ന് മസാലയൊക്കെ ഇട്ട് വെച്ചിട്ട് കൊടുക്കണം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് അതിന് മുകളിൽ ഇച്ചിരി ആ പാവ്ഭാജി മസാലയുടെ ആ മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. മുളക് പൊടി നമ്മളെ എടുത്ത് വെച്ചിരുന്നത് അതും കൂടെ അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചേറി കൊടുത്താൽ മതി. മല്ലിയിലയും കൂടെ ഇത്രയെല്ലാം കൂടെ ഒന്ന് നല്ലോണം അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് വേവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ബുൾസയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം അണ്ടാ ഗോട്ടാല ഇത്രയേ ഉള്ളൂ. അതൊരു മുംബൈയിലെ ഒരു സ്ട്രീറ്റ് ഫുഡാണ് അണ്ടാ ഗോട്ടാല എന്ന് പറഞ്ഞാൽ. അപ്പം ഇതെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. അതിമനോഹര സൂപ്പറാണ് ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം താങ്ക് യു.